ജൂലൈ 4-ന് ന്യൂ ഏജ് മിലിറ്ററി ടെക്നോളജീസ് എന്ന വിഷയത്തിൽ നടന്ന കോൺഫറൻസും എക്സിബിഷനുമിടെ FICCയിൽ സംസാരിച്ച ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചില സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. പാകിസ്ഥാനുള്ള ചൈനയുടെ ലൈവ് പിന്തുണയും ഓപ്പറേഷൻ സിന്ദൂരിൽ തുർക്കിയുടെ നേരിട്ടുള്ള പങ്കാളിത്തവും സംബന്ധിച്ച ആദ്യത്തെ പൊതു ഉദ്യോഗസ്ഥ സമ്മതമാണ് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗിന്റെ വെളിപ്പെടുത്തലുകൾ. നേരിട്ട് ഇടപെടുന്നതിന് പകരം ഇസ്ലാമാബാദിലൂടെ ദോഷം വരുത്താനാണ് ചൈന ശ്രമിച്ചതെന്ന് വ്യക്തമാക്കിയ ലഫ്റ്റനന്റ് ജനറൽ ശക്തമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു ഇന്ത്യ പാക് ഉഭയകക്ഷി സംഘർഷം മാത്രമായിരുന്നില്ല എന്നും സങ്കീർണമായ ഇന്റലിജൻസ് പങ്കിടൽ, തത്സമയ യുദ്ധക്കള പിന്തുണ, ഏകോപിപ്പിച്ച സൈനിക സഹായം എന്നിവ ഉൾപ്പെട്ട സങ്കീർണമായ ബഹുമുഖ ഇടപെടലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ പാകിസ്ഥാനെ മാത്രമല്ല ഒരു അതിർത്തിയിൽ ഒരേ സമയം 3 ശത്രുക്കളെയാണ് നേരിട്ടത്. പാകിസ്ഥാനായിരുന്നു മുൻനിരയിൽ. സാധ്യമായ എല്ലാ പിന്തുണയും നൽകി ചൈനയും പിന്നാലെ തുർക്കിയും ഉണ്ടായിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെയ് 7 മുതൽ 10 വരെ നടന്ന ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാൻ ചൈനീസ് സൈന്യത്തിന്റെ ലൈവ് ലാബായി പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുമായി ബന്ധപ്പെട്ട സൈനിക വിവരങ്ങൾ ചൈന തത്സമയം പാകിസ്ഥാന് കൈമാറിയിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിലൊന്നും അതിശയിക്കാനില്ല. കാരണം സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചാൽ നിലവിൽ പാകിസ്ഥാന്റെ പക്കലുള്ള 81% ഉപകരണങ്ങളും ചൈനീസ് നിർമ്മിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് പഠിച്ച പാഠങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് ചൈനയെയും പാകിസ്ഥാനെയും നേരിടാൻ ശക്തമായ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ തദ്ദേശീയവൽക്കരണത്തിന്റെയും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെയും ആവശ്യകത ഈ ഒരു സംഘർഷം കാണിച്ചു തന്നു എന്നും അതേസമയം തന്നെ ഭാവിയിലേക്ക് രാജ്യം തയ്യാറായിരിക്കണമെന്നും അദ്ദേഹം ഊന്നി പറയുന്നു. ലഫ്റ്റനന്റ് ജനറൽ സിംഗ് നടത്തിയ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഇനിയാണ്. ഇന്ത്യൻ സൈനിക വിന്യാസങ്ങൾ പാകിസ്ഥാന് പൂർണ്ണമായി കാണാൻ കഴിയുമെന്നതായിരുന്നു. ഇത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുള്ള ചർച്ചകളിൽ വ്യക്തമായിരുന്നു. DGOA തലത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ വാസ്തവത്തിൽ പരാമർശിച്ചത് നിങ്ങളുടെ പ്രധാനപ്പെട്ട വെക്ടർ പ്രവർത്തനത്തിന് തയ്യാറാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പാകിസ്ഥാൻ പറയുകയായിരുന്നു. അതിനാൽ അത് പിൻവലിക്കാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതിനർത്ഥം ചൈനയിൽ നിന്ന് പാകിസ്ഥാന് കൃത്യമായ തത്സമയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. നമ്മൾ വേഗത്തിൽ നീങ്ങുകയും ഉചിതമായ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥലമായിരുന്നെന്നും ഡെപ്യൂട്ടി ചീഫ് വെളിപ്പെടുത്തി. ഇത് വലിയൊരു ദുർബലതയാണ് ശരിക്കും പ്രതിനിധീകരിക്കുന്നത്. ഇന്ത്യക്കെതിരെ തന്ത്രപരമായ സൈനിക രഹസ്യാന്വേഷണം നൽകുന്നതിൽ ചൈനയുടെ നേരിട്ടുള്ള പങ്കാളിത്തം പ്രകടമാക്കുകയും സംഘർഷത്തിന്റെ സ്വഭാവത്തെ അടിസ്ഥാനപരമായി മാറ്റുകയും ചെയ്യുന്നു. ബൈറക്തർ ഡ്രോണുകളും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പാകിസ്ഥാന് തുർക്കിയും ഗണ്യമായ പിന്തുണ നൽകിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഇത് പരമ്പരാഗത പാകിസ്ഥാൻ ചൈന സഹകരണത്തിനും അപ്പുറം വ്യാപിക്കുന്ന വിശാലമായൊരു ഭൗമരാഷ്ട്രീയ വിന്യാസത്തെയാണ് സൂചിപ്പിച്ചത്. പാകിസ്ഥാന് ചൈനയുടെ തത്സമയ പിന്തുണയും ഓപ്പറേഷൻ സിന്ദൂരിൽ തുർക്കിയുടെ നേരിട്ടുള്ള പങ്കാളിത്തവും ആദ്യമായി പൊതുപ്രവർത്തകർ അംഗീകരിക്കുന്നതായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ സിംഗിന്റെ വെളിപ്പെടുത്തലുകൾ. ഇന്ത്യൻ വിന്യാസങ്ങളിൽ പാകിസ്ഥാന്റെ അഭൂതപൂർവമായ ദൃശ്യപര്യത അദ്ദേഹം തുറന്നു പറയുകയും തദ്ദേശീയ ഉപകരണങ്ങളിലും വിതരണ ശൃംഖലകളിലുമൊക്കെയുള്ള നിർണായകമായ പോരായ്മകൾ വിളിച്ചു പറയുകയും ചെയ്തു. ഇന്ത്യയുടെ പ്രതിരോധ നിലപാട് നേരിടുന്ന അടിയന്തര തന്ത്രപരമായ വെല്ലുവിളികളെ ഈ വെളിപ്പെടുത്തലുകൾ ഒന്നിച്ച് അടിവരയിട്ടു.